റിവിറ്റ് MEP മലയാളത്തിൻ്റെ 44ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത് എനിക്കിപ്പം ഇവിടെ ഒരു ഡോർ വേണം, അല്ലെങ്കിൽ ഒരു വിൻഡോ വേണം. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഡോർ എങ്ങനെയാണ് വെക്കുന്നത്, വിൻഡോ എങ്ങനെയാണ് വെക്കുന്നത്. അത് ജസ്റ്റ് നമ്മൾ ലോഡ് ഫാമിലിയിൽ പോയിട്ട് ജസ്റ്റ് വിൻഡോ ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ ഈ വോള് കട്ടായിട്ട് ആ ഒരു വിൻഡോ അവിടെ സെറ്റായി വരും. പക്ഷേ എനിക്കിപ്പം ഒരു വോളിലേക്ക് ഡോറോ അല്ലെങ്കിൽ വിൻഡോയുടെ ഇതിൻ്റെ ഒന്നും ഫാമിലി കൊണ്ടുവരാതെ എങ്ങനെ ഒരു വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ഒരു വോൾ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു ഡോറിന് വേണ്ടിയിട്ട് എങ്ങനെ വിൻഡോ കട്ട് ചെയ്തെടുക്കാം, അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3D വ്യൂയിലേക്ക് പോവുകയാണ്. 3D വ്യൂയിലേക്ക് പോകുമ്പോഴേക്കും ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇപ്പം ഇതൊരു ഹോളാണ്, ഇതും ഹോളായിട്ടാണ് എടുക്കുന്നത്, ഇതൊരു റൂമല്ല. അതുകൊണ്ട് തന്നെ ഡോറ് ചെയ്ത സമയത്ത് ഞാനിവിടെ ഡോർ കൊടുത്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളിൻ്റെ രണ്ട് പാർട്ടീഷനായിട്ട് രണ്ട് ഹോളായിട്ട് വരുമ്പോഴേക്കും അവിടെ ഡോറല്ല വരുന്ന ഒരു വോൾ കട്ടിങ്, അല്ലെങ്കിൽ ഒരു ആർച്ചിൻ്റെ മുകളിലൊരു കട്ടിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആയിട്ടുള്ള കട്ടിങ് ഒക്കെ ആയിരിക്കാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡോറ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇവിടെ ആരും പകരം ഡോർ കട്ടിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലോർ പ്ലാനിൽ ലെവൽ 2 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഒരു വോളാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു വോൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുക്കാൻ നേരത്ത് ഇവിടെ ഇങ്ങനൊരു ടാബ് വരും. ഈ ടാബിനകത്ത് ചോദിക്കുന്നത് നമുക്ക് ഏത് വ്യൂ നിന്നാണ് ഇത് കട്ട് ചെയ്യേണ്ടതെന്ന്. അതായത് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വ്യൂവിൽ പോയാൽ മാത്രമേ ഈ ഒരു വോൾ കട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സെക്ഷൻ എടുക്കണം. സെക്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് സെക്ഷനിലൂടെ നോക്കാം. സെക്ഷനിലൂടെ വരച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു സെക്ഷൻ വരച്ചതിന് ശേഷം നമുക്ക് സെക്ഷനിൽ ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വ്യൂ ഓപ്പൺ ആയി. ഏതായാലും വ്യൂ ഇട്ട് മാത്രമേ നമുക്ക് ഇത് വോൾ കട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ലെവൽ 2ൽ വന്നതിന് ശേഷം ഇവിടെ ഈ ഒരു വോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ വരും. ഓക്കെ, എഡിറ്റ് പ്രൊഫൈൽ നമുക്ക് ഏത് എലിവേഷൻ കൂടെ, ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സെക്ഷൻ വ്യൂ ചോദിക്കുന്നുണ്ട്. സെക്ഷൻ വ്യൂ നമ്മളിവിടെ ഒരെണ്ണം വരച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സെക്ഷൻ 1 എന്നുള്ള ഇതിൽ ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഒരു വെസ്റ്റ് വ്യൂ കൂടിയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാകുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് വോളാണോ എഡിറ്റ് പ്രൊഫൈലിലേക്ക് പോകുന്നത് അത് മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. ബാക്കിയെല്ലാം ഹൈഡായി കിടക്കും. ജസ്റ്റ് കാണിച്ചു തരും, പക്ഷേ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. ഓക്കെ, അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട വോൾ ഏതാണെന്നുള്ളത്. ഇപ്പം ഫ്ലോർ പ്ലാനിൽ വന്നതിന് ശേഷം ഇവിടെ ലെവൽ 2 സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഈ ഒരു വോളാണ് എഡിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു വോൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എഡിറ്റ് പ്രൊഫൈലിലേക്ക് പോയതിനു ശേഷം ഈ ഒരു ടാബിൽ നിന്നാണ് വ്യൂ സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഞാനിപ്പം സെക്ഷൻ വ്യൂ എടുക്കും. ഈ സെക്ഷൻ വ്യൂ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഡയറക്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരു പോർഷൻ കാണിച്ചു തരുന്നുണ്ട് റിവിറ്റ്. ഓക്കെ, അതേസമയം ഞാൻ ഈ ഒരു സെക്ഷൻ വ്യൂ ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് വോള് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിവിടെ കൺഫ്യൂഷൻ വരും. ഏത് വോളാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഡൗട്ട് ഇവിടെ വരും. അപ്പോൾ അങ്ങനെ വരുന്നൊക്കെയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ സെക്ഷൻ വ്യൂ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ ലെവൽ 2 ഓപ്പൺ ആണ്. ഓക്കെ, എനിക്ക് ഈ 2 പേജും ഒരൊറ്റ ഫ്രെയിമിൽ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വ്യൂവിൽ വന്നതിന് ശേഷം ഇവിടെ ടെയിൽ വ്യൂസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ പേജിൽ 2 വ്യൂ കാണിച്ചു തരും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഏത് വോളാണോ എഡിറ്റ് ചെയ്യേണ്ടത്, എനിക്കിപ്പം ഈ വോളാണ് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ വോൾ ഇവിടെ കാണിച്ചു തരും. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഒരു വോൾ സെലക്ട് ചെയ്ത് ഇവിടെ എഡിറ്റ് പ്രൊഫൈലിലേക്ക് പോയി. എഡിറ്റ് പ്രൊഫൈലിലേക്ക് പോകാൻ നേരത്ത് ഇതുപോലെ നമുക്ക് വരയ്ക്കാം. ബാക്കിയൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല, എല്ലാം ഹൈഡാവും. ഓക്കെ, ഈ ഒരു വോൾ ഇവിടെ സെലക്ട് ആയിട്ടുള്ള കാണിച്ചു തരും. ഇനി എനിക്ക് ഇതിൽ ഡയറക്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ വിൻഡോ ഒക്കെ ഉണ്ട്. വിൻഡോ കാണിച്ചു തരുന്നത് ബാക്ക് സൈഡിലെ വിൻഡോ ആണ്. ഈ ഒരു വിൻഡോ ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ഒരു വോൾ കട്ട് ചെയ്തെന്നുള്ളത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മോഡിഫൈയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ലൈൻ സെലക്ട് ചെയ്തു. ഓക്കെ, ലൈൻ സെലക്ട് ചെയ്ത ശേഷം എനിക്ക് ഈ ഒരു വോളിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു കട്ട് കൊടുക്കണം. ഓക്കെ, അതിന് ജസ്റ്റ് ഈ ഒരു ലൈനിലേക്ക് വരപ്പോൾ തന്നെ ഇവിടെ റിവിറ്റ് കാണിച്ചു തരും സെൻട്രൽ ലൈൻ ഏതാണെന്നുള്ളത്. ഓക്കെ, ഇതാണ് സെൻട്രൽ ലൈൻ. ഞാൻ ഇവിടെ നിന്ന് താഴേക്ക് ഒരു കട്ട് കൊടുക്കുകയാണ്. അതായത് എനിക്ക് ഡോറ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിന് ഈക്വലായിട്ടായിരിക്കണം. ഓക്കെ, ഇങ്ങോട്ട് ഒരു 600 mm ആണെങ്കിൽ ഇങ്ങോട്ടും 600 mm. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സെൻറ്റർ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡോറിൻ്റെ ഹൈറ്റ്, അതായത് ഹെഡ് ഹൈറ്റ് ആണ് അടുത്തതിന് വേണ്ട. ഹെഡ് ഹൈറ്റ് എനിക്കറിയാം എത്രയാണ്, 2100. നമ്മൾ ഈ ഒരു ഡോറിൻ്റെ അതേ സെയിം ഹൈറ്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ ലെവൽ പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ലെവലിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ മാത്രം മതി. ഓക്കെ, ഞാൻ വീണ്ടും ലൈനിലേക്ക് വന്നു. ലൈനിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഈ ഒരു ലൈനിൽ നിന്ന് ഇങ്ങോട്ടത്തെ ഒരു 600 mm എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും താഴേക്ക്
ഒരു കട്ട് കൊടുത്തു. സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് 600. ഓക്കെ, അവിടെ നിന്നും താഴേക്ക് ഒരു കട്ട് കൊടുത്തു. അപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടൊരു കട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ സെൻട്രൽ ലൈൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ രീതിയിലൊരു ഡോറ് കട്ടായി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എറർ കാണിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ വരച്ചതിൽ 3 വശങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഓക്കെ, അതായത് ഇതിപ്പോൾ ഇൻകംപ്ലീറ്റ് ആയി കിടക്കുവാണ്. ഇതൊരു ഒറ്റ സിംഗിൾ പീസായിട്ട് വന്നാൽ മാത്രമേ, അതായത് സിംഗിൾ ലൈനായിട്ട് വന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഓക്കെ, ഈ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ക്വയർ ആണ്. ഓക്കെ, അതിലേക്ക് ഞാൻ ഇവിടം വരെ കൊണ്ടുവന്നു. അതിനുശേഷം ഇങ്ങോട്ട് കണക്ട് ചെയ്തു, അവിടെ നിന്ന് താഴേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ നിന്നൊരു കണക്ഷൻ ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇതും കംപ്ലീറ്റ് ആയി നിൽക്കത്തുള്ളൂ. ഇതിപ്പോൾ ഇൻകംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇതിന് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നമുക്കൊരു ലൈൻ കൊടുക്കാൻ ആക്കില്ല. കാരണം എന്താണ്, അങ്ങനെ വരുമ്പോഴേക്കും ഫ്ലോറിൽ നിന്ന് ഒരു ശകലം വോളും മേളിലേക്ക് പൊങ്ങി നിൽക്കും. അപ്പോൾ അത് പറ്റില്ല, കാരണം ഇത് ഡോറല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യപ്പോഴേക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഇത് മൊത്തത്തിൽ അങ്ങ് ഡിലീറ്റ് ആയിപ്പോകും. വേണമെങ്കിൽ നമുക്ക് ഒന്നേന്ന് എടുത്ത് ഇങ്ങനെ വരയ്ക്കാം, ജസ്റ്റ് ഇതിനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതല്ല ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. അതല്ലെങ്കിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിതിനെ കട്ട് ചെയ്യാം. അതായത് ഇവിടേക്ക് വന്നതിന് ശേഷം ഇവിടെ സ്പ്ലിറ്റ് ഉണ്ട്. സ്പ്ലിറ്റ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ സ്പ്ലിറ്റ് കൊടുക്കണം. അതിനുശേഷം ഇവിടെ ട്രിം ആൻഡ് എക്സ്റ്റെൻഡ് കൊടുത്ത് നമുക്കിതിനെ ട്രിം ചെയ്ത് മാറ്റാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇതൊരൊറ്റ സിംഗിൾ ലൈനായി. ഓക്കെ, ഇനി ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുക്കണമെങ്കിൽ ഇത് ആ ഒരു വോൾ അവിടെ കട്ടായി കഴിയും. ഓക്കെ, നമുക്കിത് 3D വ്യൂയിലേക്ക് പോവാം. 3D വ്യൂയിലേക്ക് പോയതിന് ശേഷം ഇപ്പം നമുക്ക് ഈ 2 പേജ് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ടാബ് വ്യൂ കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നോക്കാൻ വേണ്ട, ഈ ഒരു വോൾ ഇവിടെ കട്ടായിട്ടുണ്ട്. ഒരു ഡോറിൻ്റെ രീതിയിൽ കട്ടായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഡോറ് ഈ സ്ക്വയർ രീതിയിൽ ഒരു ആർച്ചിൻ്റെ രീതിയിൽ പറഞ്ഞെങ്കിൽ അതും പോസിബിളാണ്. അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് സെക്ഷൻ വ്യൂയിലേക്ക് പോകാം. അതിനുശേഷം ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഒരു പേജിലേക്ക് തന്നെ വരും. ഇപ്പം എനിക്ക് ഈ ഒരു ഹെഡ് ഹൈറ്റിന് ഉള്ളിലായിട്ടൊരു ആർച്ച് വേണം എങ്കിൽ ഞാൻ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാണ്. ഈ ടൂൾ യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു ടൂൾ യൂസ് ചെയ്യാണ്. പക്ഷേ ഞാൻ ജസ്റ്റ് ഇവിടെ 2 വോളിലും ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ എൻഡ് ഈ ഒരു ടോപ്പിലെത്തുന്ന രീതിക്ക് കൊണ്ടുവന്നതിന് ശേഷം ജസ്റ്റ് കൊടുത്താൽ മതി. ഈ ഒരു ആർച്ച് പോലെ ഇവിടെ വരും. ഓക്കെ, അതല്ല എങ്കിൽ ഇപ്പം എനിക്ക് ഈ ഒരു ആർച്ച് ഈ ഒരു ഹെഡ് ഹൈറ്റിൻ്റെ മേളിലായിട്ടാണ് നിൽക്കേണ്ടതെങ്കിൽ ജസ്റ്റ് ഈ ഒരു ടൂള് സെലക്ട് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് പോയിന്റ് ടു പോയിന്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ആർച്ച് ഇവിടെ കണക്റ്റ് ആവും. അതിനുശേഷം ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ എറർ കാണിക്കും. ഓക്കെ, ഞാൻ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു രീതിയിൽ ആർച്ച് ഇവിടെ കട്ടായിട്ടുണ്ട്. ഞാൻ 3D വ്യൂയിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് വോൾ കട്ട് ചെയ്യുന്നത്.